സാധിക്കുന്നവരെല്ലാം ഈശോയുടെ തിരുഹൃദയത്തിന് മുമ്പിൽ ഇത്തിരി നേരം ഇരിക്കാനായിട്ട് സമയം കണ്ടെത്തുക. നമുക്ക് ദേവാലയത്തിലാണെങ്കിൽ കർത്താവിൻ്റെ സജീവ സാന്നിധ്യം പരിശുദ്ധ കുർബാനയായിട്ടുണ്ട്. പക്ഷെ എല്ലാവർക്കും ഒന്നും പള്ളിയിൽ ദേവാലയത്തിന് മുന്നിൽ പോയി ഇരിക്കാൻ സാധിക്കണമെന്നില്ല. പക്ഷെ ഓർക്കണം കേട്ടോ, നമ്മുടെ വീട് അത് കർത്താവിൻ്റെ ഒരു ആലയം തന്നെയല്ലേ. ആ വീടിനകത്ത് വീട് ആശീർവാദ കർമ്മം കഴിയുമ്പോൾ തിരുഹൃദയം പ്രതിഷ്ഠിക്കുന്നുണ്ട്. നമ്മുടെ വീടിൻ്റെ ഒരു കേന്ദ്ര ബിന്ദുവാണ് ഈശോയുടെ തിരുഹൃദയ രൂപം എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ പണിയെല്ലാം കഴിഞ്ഞ് സമയം കിട്ടുമ്പോൾ അനുസരിച്ച് ഒരു 10-15 മിനിറ്റ് എല്ലാ ദിവസവും ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ മുമ്പിൽ ഒന്ന് ഇരിക്കാൻ ഇത്തിരി സമയം കിട്ടിയ അമ്മമാർക്കൊക്കെ ആണെങ്കിൽ പകല് ഉച്ചയ്ക്ക് പണിയൊക്കെ ഒന്ന് തീർത്തിട്ട് ഇത്തിരി നേരം ഇരിക്കുകയോ, അല്ലെങ്കിൽ വൈകുന്നേരം അപ്പന്മാരാണെങ്കിൽ വൈകുന്നേരം ജോലിയെല്ലാം കഴിഞ്ഞ് വന്ന് വൈകിട്ട് ഒരു 10 മിനിറ്റ് നേരം ഒന്ന് ശാന്തമായിട്ട് ആ തിരുഹൃദയത്തോടൊന്ന് ചേർന്നിരിക്കാൻ, നമുക്ക് പറയാനുള്ളതെല്ലാം കേൾക്കാൻ ഈശോയുടെ തിരുഹൃദയം കൊതിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ സങ്കടങ്ങളാകട്ടെ, ആകുലതകളാകട്ടെ, കടന്നു പോകുന്ന നമ്മുടെ ജീവിതത്തിന്റെ നൊമ്പരങ്ങൾ എന്തുവാകട്ടെ, ഒന്ന് തുറന്ന് പറയാൻ ആ ഹൃദയം ആഗ്രഹിച്ച് കാത്തിരിക്കുകയാണ്. ആ കർത്താവിന്റെ തിരുഹൃദയത്തിന് മുമ്പിൽ സ്ഥിരമായിട്ട് ഇരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പ്രിയമുള്ളവരെ, ഈ തിരുഹൃദയത്തിന്റെ സ്നേഹം നമുക്ക് അനുഭവിക്കാൻ പറ്റൂ. അനുഭവിച്ചാലേ അത് നമുക്ക് പങ്കുവെക്കാനായിട്ട് പറ്റുള്ളൂ. ഈശോയുടെ തിരുഹൃദയത്തിന് മുമ്പിൽ ഇരുന്ന് തന്നെ ആ സ്നേഹം അനുഭവിക്കാൻ, എന്നിട്ട് ആ സ്നേഹത്തിലേക്ക് മറ്റുള്ളവരെ അടുപ്പിക്കാനായിട്ട് നമുക്ക് പ്രചരിപ്പിക്കാവുന്ന ഏറ്റവും വലിയ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുടുംബ പ്രാർത്ഥനയും കാര്യങ്ങളുമാണ്. അതിനൊരു പ്രത്യേക സ്ഥാനം കൊടുക്കണം കേട്ടോ. ഇപ്പം നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വലിയൊരു സാക്ഷ്യം ഞാൻ പറയാം. നമ്മുടെ വീട്ടിൽ ആരെങ്കിലുമൊക്കെ വിരുന്ന് വരിക എന്ന് വിചാരിക്കുക, തീർച്ചയായിട്ടും അന്നേ ദിവസം നമുക്ക് പ്രാർത്ഥന അല്പം പുറകോട്ട് പോകാൻ സാധ്യത കൂടുതലാണ്. കാരണം ഒരുപാട് നേരം വർത്തമാനം പറയാനുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കിക്കേ, ചിലപ്പോൾ വർഷത്തിൽ ഒരിക്കലൊക്കെ വരുന്നവരായിരിക്കാം രാത്രി 12, 1 മണി, 1:30 വരെയൊക്കെ നമ്മൾ വർത്തമാനം പറയുന്നുണ്ട്. ഉറക്കം പോലും മാറ്റി വെച്ചിട്ടിരുന്ന് വർത്തമാനം പറയുന്നുണ്ടെങ്കിൽ ഉറപ്പിക്ക് പ്രിയമുള്ളവരെ, ആ തിരുഹൃദയത്തിന്റെ മുമ്പിൽ അവരെ കൂട്ടി ഒരുമിച്ചിരിക്കാനും നമ്മൾ മടി കാണിക്കരുത്. അത് അവരുടെ മുമ്പിൽ ഈശോയുടെ തിരുഹൃദയത്തിന് നമ്മൾ കൽപ്പിക്കുന്ന വിലയാണ്. എൻ്റെ കുടുംബത്തിലൊരു ഫാമിലി ഗസ്റ്റായിട്ട് വന്നിരിക്കുന്നു. അന്നേ ദിവസം നമ്മൾ പ്രാർത്ഥനയുടെ സമയം എത്തുമ്പോൾ അവരെയും കൂട്ടിയിരുന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ മുമ്പിൽ അവരും അവരുടെ കുടുംബവും നമ്മൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അത് അവർക്കൊരു സാക്ഷ്യമാണ്. ഒരു പക്ഷേ അവർ കുടുംബ പ്രാർത്ഥനയ്ക്ക് അതേ താല്പര്യമൊന്നും കാണിക്കാത്തൊരു കുടുംബമായിരിക്കാം. അവർക്ക് നമ്മൾ ചെന്നിട്ട് പോലും ഈശോയുടെ രൂപത്തിന് മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കാൻ താല്പര്യം കാണിക്കുന്നുണ്ടല്ലോ. അതിൻ്റെ അനുഗ്രഹമൊക്കെ അവർക്ക് കിട്ടണമുണ്ട്. അവർക്ക് ഒരു പ്രചോദനമായിട്ടത് മാറും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ചെറിയ ചെറിയ കാര്യങ്ങൾ, ഒരുപക്ഷെ നമുക്ക് ലോകമെമ്പാടും പോയിട്ട് ഈശോയുടെ തിരുഹൃദയത്തെ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് വലിയ ശുശ്രൂഷയൊന്നും പറ്റിയത് വരില്ല. കാരണം കുടുംബജീവിതം നയിക്കുന്നവരാണ്, കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളും ജോലി തിരക്കുകളും എല്ലാം ഉണ്ട്. പക്ഷെ നമ്മൾ വലിയ വലിയ കാര്യങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ചെറിയ ചെറിയ കാര്യങ്ങൾ എങ്ങനെ ഈശോയുടെ തിരുഹൃദയത്തിന് നമുക്ക് സാക്ഷ്യം വഹിക്കാൻ പറ്റും, എങ്ങനെ ആ ഭക്തി പ്രചരിപ്പിക്കാൻ പറ്റും, ഈ പറയുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ. നമ്മുടെ കുഞ്ഞുങ്ങളെ എല്ലാ ദിവസവും ഈശോയുടെ രൂപത്തിന് മുന്നിൽ കൊണ്ടു നിർത്തിയിട്ട് എങ്ങോട്ട് പോകുമ്പോഴും രാവിലെ സ്കൂളിൽ പോകാൻ നേരത്ത് കൈകൂപ്പി പിടിക്കുക, ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് നോക്കിയിട്ട് ആ തിരുഹൃദയത്തിനൊന്ന് സമർപ്പിച്ചിട്ട് കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിട്. അവിടുത്തെ സ്നേഹം ആ കുഞ്ഞുങ്ങളെ നയിക്കട്ടെ. മറ്റു തിന്മയുടെ സ്വാധീനങ്ങൾ അപ്പോൾ കുഞ്ഞുങ്ങളെ ശല്യം ചെയ്യുകയില്ല. ഇനി വൈകിട്ട് കുഞ്ഞുങ്ങൾ വന്ന് പഠിക്കാനിരിക്കുമ്പോൾ 1 മിനിറ്റത്തെ കാര്യങ്ങളേ ഉള്ളൂ ഞാൻ ഈ പറയുന്നത്. നമ്മൾ വില കൊടുത്തു കഴിഞ്ഞാൽ അതിനൊക്കെ വളരെ പ്രസക്തിയുണ്ട്. 1 മിനിറ്റൊക്കെ മതി. മക്കളെ, പഠിക്കാതിരിക്കുന്നതിന് മുമ്പ് ഈശോയുടെ രൂപത്തിന് മുന്നിൽ പോയിരുന്നേ, ഈശോയുടെ തിരുഹൃദയത്തിന് മുമ്പിൽ ഒന്ന് കരങ്ങൾ കൂപ്പിക്കുക, ഈശോട് പ്രാർത്ഥിക്കുക, എന്നിട്ട് പോയി പഠിക്കാനിരിക്കുക.